ശ്രീ റിജിൽ മാർക്കറ്റ് ഇപ്പോൾ നേരത്തെ ശ്രീ ജയചന്ദ്രൻ നേരിട്ട് ചോദിച്ചൊരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസിന് ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കാനും കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് നിലപാടെടുക്കാനും അത് പോലീസ് അന്വേഷിക്കണമെന്ന് പറയാനുമുള്ള ഒരു ധാർമ്മികമായ അടിത്തറ എവിടെ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എവിടെ നിന്നുകൊണ്ടാണ് അതിന് മറുപടി പറയുന്നത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നോക്കൂ, ഈ ഇലക്ഷന് തൊട്ട് മുൻപുള്ള ഈ തരത്തിലുള്ള വെളിപ്പെടുത്തൽ അത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടോ? അതൊരു പാർട്ടി കോട്ടയാണ്. അവിടെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോ ടി ഐ മധുസൂദനൻ എന്ന് പറയുന്ന മറ്റൊരാളോ എന്നതിനപ്പുറത്തേക്ക് എന്തു വിവാദം ഉണ്ടായിട്ടുണ്ട് എങ്കിലും പാർട്ടിക്കൊപ്പം എന്ന നിലപാടെടുക്കുന്ന മനുഷ്യരാണല്ലോ അവിടുത്തെ സഖാക്കൾ. ശ്രീമതി മാധു, ഇപ്പോൾ പയ്യന്നൂർ പോലെ CPM-ൻ്റെ ഒരു കോട്ട എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള, പ്രത്യേകിച്ച് പാർട്ടിയുടെ സംഘടനാ സംവിധാനവും സാമ്പത്തിക സമാഹരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഈ പറയുന്ന MLA എന്ന് പറയുന്ന ആൾ CPM-ൻ്റെ ഉന്നത നേതാക്കന്മാർ പിണറായി വിജയനും ഗോവിന്ദൻ മാഷക്കും അതോടൊപ്പം തന്നെയുള്ള നേതൃത്വത്തിനുമെല്ലാം ഏറെ പ്രിയപ്പെട്ടവനാണ്. TPയെ കൊന്ന കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകളെ അവർക്ക് അന്നത്തെ സംരക്ഷണ കവചമൊരുക്കി പാർട്ടിയുടെ ഇത്തരം ഓപ്പറേഷനുകളൊക്കെ നടത്താൻ കഴിവും പ്രാപ്തിയും ഉള്ള ഒരാളാണ് ഈ MLA എന്നുള്ളത് പയ്യന്നൂരിലെയും കണ്ണൂരിലെ ആളുകൾക്കൊക്കെ നന്നായി അറിയുന്ന ഒരാളാണ്. നല്ല വെളുക്കച്ചിരിക്കുമെങ്കിലും അയാളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവൃത്തികളെക്കുറിച്ച് അവിടുത്തെ കോൺഗ്രസ്സുകാർക്കും അവിടെ നാട്ടുകാർക്കും എല്ലാം അറിയാം. അതുകൊണ്ട് ഈ പറയുന്ന ആൾ അവർക്കിപ്പോൾ പാർട്ടി നേതൃത്വത്തിന് വളരെ പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള ഒരു പാർട്ടിയുടെ സഖാവ് ഇത്തരം കാര്യങ്ങൾ പാർട്ടി അംഗമായി, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. പയ്യന്നൂരിനകത്ത് മാറ്റം ഉണ്ടാകുമെന്നതിനെ സംബന്ധിച്ച് CPM-നകത്ത് മാറ്റം ഉണ്ടായല്ലോ. ഈ തെരഞ്ഞെടുപ്പിനകത്ത് CPM-ൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വൈശാഖ് P കാരവാർഡിലാണ് CPM-ൻ്റെ നേതൃത്വത്തെ വെല്ലുവിളിച്ച് 250 വോട്ടിന് അവിടെ ജയിച്ചത്. എവിടെ? പയ്യന്നൂരെ കാര എന്ന് പറയുമ്പോൾ, പയ്യന്നൂരെ കോറം എന്ന് പറയുമ്പോൾ അതൊക്കെ പാർട്ടി കോട്ടയാണ്. അവിടെ നിന്ന് ഒരാൾക്ക് കയറിപ്പോകാൻ പറ്റാൻ സാധ്യതയില്ല. ഭൂതത്താൻ കോട്ട കെട്ടി പണിത ആ സ്ഥലത്ത് പോലും വിമത ശബ്ദത്തിൽപ്പെട്ട ഒരാളവിടെ വിജയിച്ചു വന്നു എങ്കിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തുന്ന ഈ ഒരു നിലപാട്, ഈ അഴിമതിക്കെതിരായി, ഈ രക്തസാക്ഷി ഫണ്ട് മുക്കിയ ഈ നേതൃത്വത്തിനെതിരായി, ഈ ഫണ്ട് മുക്കി കോടികൾ ഉണ്ടാക്കിയ നേതൃത്വത്തിനെതിരായി ചിന്തിക്കുന്നവരായി പാർട്ടി അണികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലകളിൽ പറയുന്നത് പോലെയല്ല. ദേശാഭിമാനി പത്രം മാത്രം വായിച്ച് കൈരളി ചാനൽ മാത്രം കണ്ടുകൊണ്ട് ഗോവിന്ദൻ മാഷയുടെ പാർട്ടി ക്ലാസ് കേട്ടുകൊണ്ട് നിൽക്കുന്ന സഖാക്കളല്ല ഇന്ന് കണ്ണൂർ ഉൾപ്പെടെയുള്ള സഖാക്കളിൽ നിന്നും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാസർഗോഡ് ഉൾപ്പെടെയുള്ള പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ടതാണ് പയ്യന്നൂർ. എത്ര വോട്ടാണ് അവിടെ ഉണ്ണിത്താൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ലോക്സഭ MP-ക്ക് അദ്ദേഹത്തിന് കിട്ടിയത്? എത്ര വോട്ടാണ്? അവിടുത്തെ CPM-ൻ്റെ കള്ളവോട്ടും അതോടൊപ്പം ബൂത്തുപിടുത്തവും സർവ്വ ഏകാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ആ നാട്ടിനകത്ത് നിന്ന് ഉണ്ണിത്താൻ നേടിയ വോട്ട് എങ്ങനെയാണ്? നമ്മുടെ കല്യാശ്ശേരിയിൽ 1000-ഓളം വോട്ടിൻ്റെ ലീഡ് മാത്രമേ കല്യാശ്ശേരിയിൽ ഇടതുപക്ഷത്തിനുള്ളൂ. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ പൊന്നാപുരം കോട്ടയം മുണ്ടേരി പഞ്ചായത്തിൽ നിന്ന് വരിക UDF ആണ്. അപ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത സഖാക്കളെല്ലാം തന്നെ ഇവിടെ ഈ മാറ്റി ചിന്തിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ഈ പാർട്ടി തിരുത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ ജയചന്ദ്രൻ പറയും കോൺഗ്രസിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരാണോ? ഇപ്പോൾ K. സുധാകരനെതിരെ ആരോപണം താങ്കൾ ഉന്നയിച്ചല്ലോ. ഈ പറയുന്ന കരുണാകരൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു പരാതി ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ശ്രീ മാധു നിങ്ങളുടെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? K. സുധാകരൻ്റെ അകന്നു പോയ ഒരു ഡ്രൈവറെ കൊണ്ട് ഇവർ പറഞ്ഞ് അയാൾ നടത്തിയ അഴിമതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അയാളൊരു ടൂളാക്കി പറയുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ലല്ലോ. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ആ ജില്ലാ കമ്മിറ്റി അംഗം പറയുന്ന ഈ കാര്യത്തെ ഈ നാട് പ്രത്യേകിച്ച് സഖാക്കന്മാർ പോലും ചെവിക്കൊള്ളുക തന്നെ ചെയ്യുമെന്നെ സംബന്ധിച്ച് ഒരു തർക്കമില്ല. ഞങ്ങൾക്ക് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ നാട്ടിനകത്തൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഞങ്ങൾക്ക് പറയണ്ടേ? ഇപ്പം ഈ പറയുന്ന കാര്യം നടക്കുമ്പോൾ ജനങ്ങളുടെ പണമല്ലേ ഇവർ കൊള്ളയടിച്ചത്? രക്തസാക്ഷികളുടെ പണമല്ലേ ഇവർ കൊള്ളയടിച്ചത്? സ്വാഭാവികമായി അങ്ങനെ കൊള്ളയടിച്ച് ഒരു കാര്യം പാർട്ടിയുടെ സഖാവ്, പാർട്ടിയിൽ നിന്ന് പുറത്തായ ആളല്ല അദ്ദേഹം. ഇപ്പോഴും ഞാൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ആ നിലപാട്, അദ്ദേഹം നാളെ MLA ആവണമെന്നോ MP ആവണമെന്നോ മന്ത്രി ആവണമെന്നല്ല. വന്ധ്യവയോധികനായി തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യൻ പാർട്ടിയെ തിരുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു പറയുമ്പോൾ. ഞാനൊരു വന്ധ്യവയോധികനായാൽ പോലും പ്രശ്നമില്ല, എന്നെ 41 വെട്ടുവെട്ടി 51 വെട്ടുവെട്ടി കൊല്ലാം. പ്രത്യേകിച്ച് പയ്യന്നൂരിലെ ഇന്നലകളിൽ വന്ന ഫ്ലക്സുകളെ കുറിച്ച് ഒറ്റുകാരൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് അദ്ദേഹത്തെ ഓട്ടോ ഇടിച്ചോ അല്ലെങ്കിൽ ലോറി ഇടിച്ചോ ഒക്കെ ഇവർ ഇല്ലാതാക്കാമെന്നൊക്കെ ബോധ്യം അദ്ദേഹത്തിനുണ്ടാവും. പക്ഷേ എന്നിട്ടും അദ്ദേഹം അത് പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള സഖാക്കന്മാർ ഈ അഴിമതിക്കാരല്ലാത്ത, പ്രത്യേകിച്ച് ഇന്നലകളിൽ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ പയ്യന്നൂരിലെ സഖാക്കൾ ആ കുഞ്ഞികൃഷ്ണന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അത് കണ്ണൂരിലെ CPM-ന് ഉണ്ടാക്കാൻ പോകുന്ന പരിക്ക് ചെറുതല്ല എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട. പാർട്ടി കോട്ടകൾ തകരാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് ഈ കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ
വെളിപ്പെടുത്തലെന്ന് നാളത്തെ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലേക്കുള്ള ചലനങ്ങൾ ഇന്ന് കണ്ണൂരിലെ രാഷ്ട്രീയത്തിനകത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കുഞ്ഞികൃഷ്ണന്റെ ഈ വെളിപ്പെടുത്തൽ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ പറഞ്ഞ് ആക്ഷേപിച്ചതുകൊണ്ട് കാര്യമില്ല. പാളയത്തിൽ തന്നെയാണ് പട. നിങ്ങൾ ഉള്ളിൽ നിന്നാണ് നിങ്ങളുടെ സഖാവാണ് ഈ കാര്യം ഉന്നയിച്ചതെങ്കിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും.